ഹായ് എവരി വൺ. നല്ല ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഓണം സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയുമായാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഒത്തിരി കഷ്ണങ്ങളൊന്നും മുറിച്ച് കഷ്ടപ്പെടേണ്ട, എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം മതി. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇവയാണ്. ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ അത്രയും നല്ലത്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും. പിന്നെ ഞാൻ കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഒട്ടുമില്ല. പിന്നെ ഇവിടെ ഒത്തിരി കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കുന്നത്. ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാം. അതിനായി ഞാൻ 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടി ഒരു സവാള കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും കുമ്പളങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. അത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെക്കാം. സാമ്പാർ ഇഷ്ടമല്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. 3 വിസിൽ കേട്ടതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കാം. ഞാനൊരു സ്റ്റീൽ വെസൽ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഉലുവ ഇല്ലെങ്കിൽ പിന്നീട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വറ്റൽമുളക് കഴുകി ഉണങ്ങി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. എത്ര നാൾ വേണമെങ്കിലും പൂപ്പൽ പിടിക്കാതെ നല്ല കിലുകിലാന്നിരിക്കും. ഒരു ഡബ്ബയിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ വെച്ചാൽ മതി. നമുക്കിനി ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. പിന്നെ അവിയലുണ്ടാക്കുമ്പോഴും ഇതുപോലെ എണ്ണയൊഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് തേങ്ങ ചതച്ചത് ചേർത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. വെജിറ്റബിൾസ് തീർന്നത് കൊണ്ടാവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ലെന്നല്ലേ അന്നൊക്കെ നമ്മുടെ വിചാരം. 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പക്ഷേ കഷ്ണങ്ങളൊന്നും വെന്തു പോകാതെ ഉടയാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ലാസ്റ്റിൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് സൂക്ഷിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഇഞ്ചിക്കുമുണ്ടൊരു പരസ്യമായ സീക്രട്ട്. ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് സാദാ മുളകും കാശ്മീരി മുളകും ഒന്നിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആവശ്യത്തിനുള്ള എരിവും നല്ല കളറും ലഭിക്കും. എത്ര എരിവ് വേണമോ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. ഇനി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും. ഇളക്കി കൊടുക്കുക. ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടുവെള്ളമാണേ, പച്ചവെള്ളം ഒഴിച്ചുകൂടാ. ഇത് വീണ്ടും അടച്ചു വെച്ച് വേകാൻ അനുവദിക്കുക. ഒരു 8-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാനും പാടില്ല. ഇനി സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉലുവ ആദ്യമേ ഇട്ടിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഇരിപ്പില്ല. കണ്ടില്ലേ, വെണ്ടക്കായ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയും ഉപ്പും പരുവമാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അത് 1 സ്പൂൺ നെയ്യാണ്. പരിപ്പുള്ളത് കൊണ്ടാണ് നെയ്യ് ചേർത്തത്. കൂടുതലൊന്നും വേണ്ട, 1 സ്പൂൺ മാത്രമേ ചേർക്കാവൂ. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം.
ഇനി സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം. പിന്നൊരു കാര്യം, ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. കൂടുതൽ കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഇത് കുറുകുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ.